തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള UDFന്റെ രാഷ്ട്രീയ സഹകരണം സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ല, എന്നാൽ പ്രാദേശിക നീക്കുപോക്കുണ്ടെന്ന് 24ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിലുള്ള ധാരണയും നീക്കുപോക്കും ശരിവെക്കുകയാണ് UDF നേതാക്കൾ. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ലെന്നും പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണെന്നും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ 24നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല. മുന്നണി ഭാഗമൊന്നുമല്ല. പ്രാദേശിക തലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നേരത്തെ LDFനെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നുവെന്നേ ഉള്ളൂവെന്നും സാദിഖ് അലി തങ്ങൾ വിശദീകരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലും UDFനുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല, അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ UDFന്റെ സ്ഥലങ്ങളിൽ അവരുമൊക്കെയായിട്ട് ധാരണയൊക്കെ താഴെത്തട്ടി. ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഖാസിയാകാൻ യോഗ്യതയില്ലെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പരോക്ഷ വിമർശനത്തിന് ഇതാദ്യമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറുപടി പറഞ്ഞു. തന്നെ ഖാസിയാക്കിയത് സമുദായ നേതൃത്വമാണെന്നായിരുന്നു പ്രതികരണം. ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലയ്ക്കനുസരിച്ച് പറയുന്നതാകും. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗ്യതയിൽ എത്ര ആളുകളുണ്ട്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിലെ ലീഗ് MLA-മാരിൽ പലർക്കും സീറ്റുണ്ടാകില്ലെന്നും സാദിഖ് അലി തങ്ങൾ 24നോട് പറഞ്ഞു. ആളുകളുടെ പെർഫോമൻസും ജനങ്ങളുള്ള ബന്ധമൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്ഥാനാർത്ഥികളെ വെക്കുക. അപ്പോൾ പലർക്കും ചിലപ്പോൾ പോകേണ്ടി വരും. നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ചുള്ള ലീഗിന്റെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ. കോൺഗ്രസിന് ഇപ്പോഴും കൂട്ടായ നേതൃത്വമുണ്ട്, അത് ശരി തന്നെയാണ്. അതേ അവസരത്തിൽ ഒന്നുകൂടി ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം എന്ന് ഹൈക്കമാൻഡിനോട് ഞങ്ങൾ പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ അവരെടുക്കുമായിരിക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് 24 ഫോർ ദ പീപ്പിളിൽ കാണാം. ഇത് സംസ്ഥയിലൊക്കെ പ്രവർത്തിക്കുന്ന 1-2 ആൾക്കാരാണ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റം വേണമോ? മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണ്? അവർ UDFിലേക്ക് വരുന്നാൽ കുഴപ്പമില്ല എന്നാണോ? കോൺഗ്രസ് ശക്തിപ്പെടണം എന്നുള്ള ആ ഒരു ആശയമാണ് ഇപ്പോൾ അവർ പലരും ഉന്നയിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ആദ്യമായി മറുപടി പറയുന്നു. സമസ്തയ്ക്കകത്തൊരു ലീഗ് വിരുദ്ധ വിഭാഗം ശക്തിപ്പെടുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ലീഗിന്റെ നേതൃപദവിയിൽ നിന്ന് അത്തരം ഒരു വിഭാഗീയത സംസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.